ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇന്ന് സൺഡേ അല്ലേ, വേറെ പ്ലാനൊന്നുമില്ല. എന്തായാലും റിലാക്സ് ചെയ്ത് വീട്ടിലിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എണീറ്റിട്ട് താഴേക്ക് വരാണ്. താഴെ വന്നിട്ട് ഡോറ് തുറക്കാൻ പോവാണ്. ഡോറ് തുറക്കുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് കൂട്ടുകാരെ കാണാം. പൂച്ചകൾ എന്തായാലും ഈ ടൈമിലുണ്ടാവും. അവർ ചൂടായതുകൊണ്ടൊക്കെ എടുക്കണ്ടോ, കണ്ട 3 എണ്ണം, മൂന്ന് കളറാണ്. അപ്പം ഞാൻ അവരെ ഓടിച്ചു വിട്ടു വെറുതെ. എൻ്റെ വാതിലടച്ചു. പിന്നെ എന്താ, അതിനുശേഷം ഞാൻ നമ്മുടെ മണി പ്ലാന്റിന് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, നെസ്ലിൻ, ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ മെസ്സേജ് അയച്ചു, വരാം, എന്തായാലും ബർത്ത്ഡേക്ക് വരണ്ട്, അപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഈവനിങ് ആവുമ്പോൾ. അങ്ങനെ അവൾ വരും. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എന്താണെന്ന് നോക്കിയപ്പോൾ ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നട്ട്സൊക്കെ ഇട്ടൊരു ഹെൽത്തി സ്മൂത്തി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഓട്സ് ഇട്ടു. ഓട്സ് ഒരു 3-4 സ്പൂൺ ഓട്സ് ഇട്ടു. നമുക്ക് ആവശ്യത്തിന് ഇടാം. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്കൊരു ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഇടാം. ഓട്സൊക്കെ നല്ലതാണല്ലോ, ഹെൽത്തി ആണല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് വാൽനട്ട്സ് ഇട്ടു. വാൽനട്ട്സ് ഞാൻ ഒരു 2-3 സ്പൂൺ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. 2-3 കുറച്ച് വാൽനട്ട്സ് ഇട്ടു. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇടാറ്. ഞങ്ങൾ 2 പേർക്കുള്ള സ്മൂത്തി ആണ് ഉണ്ടാക്കണത്. പിന്നെ അതിലേക്ക് കുറച്ച് മാത്രം കാഷ്യൂനട്ട്, 1 സ്പൂൺ പോലും ഇട്ടില്ല. പിന്നെ സൺഫ്ലവർ സീഡ്സ് ഇരിക്കണ്ടേ, അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്തിട്ടു. പിന്നെന്താ, ഡേറ്റ്സ് ഇത്തിരി മധുരത്തിന്, സ്ലൈറ്റ് മധുരം വേണമെന്ന് വെച്ചിട്ട് ഒരു 2 ഡേറ്റ്സ് ഞാൻ ഇടുകയാണ്. പിന്നെ മിൽക്ക് ഒഴിക്കുക. മിൽക്ക് ആവശ്യത്തിന്, എത്ര കൺസിസ്റ്റൻസി എങ്ങനെ വേണം, തിക്കായിട്ട് വേണോ അപ്പോൾ ലൂസായിട്ട് വേണം, എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മിൽക്ക് ഒഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഡേറ്റ്സ് കഴുകിയിടുന്നതാണ് കാണുന്നത്. ഡേറ്റ്സ് കുറച്ചിട്ടാൽ മതി എന്ന് എനിക്ക് തോന്നി. അധികം മധുരമൊന്നും വേണ്ട, കുടിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ കുറച്ച് മിൽക്ക് ഒഴിച്ചു. ഇത് ലോ ഫാറ്റ് മിൽക്കാണ്. പിന്നെ അതിലേക്ക് ആൽമണ്ട്സ് ഇടാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ കുറച്ച് ആൽമണ്ട്സും കൂടി ഇട്ടു. ആൽമണ്ട്സും നല്ല ഹെൽത്തി സാധനമാണ്. ആൽമണ്ട്സ് എന്തായാലും ഇടാൻ മറക്കരുത്. അപ്പോൾ ഞാൻ പിന്നെ അത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് നന്നായി സ്മൂത്ത് പേസ്റ്റ് പോലെ സ്മൂത്തായിട്ട് അരച്ചെടുത്തു. അപ്പോൾ നമ്മുടെ സ്മൂത്തി റെഡിയാണ്. അതൊരു 2 ഗ്ലാസ്സിലേക്ക് പകർത്തി അത് കുടിച്ചു. ഞാൻ കുറച്ച് കുടിക്കാറുള്ളൂ. ഈ ഹാഫ് ഗ്ലാസ് എടുത്തു. ഇത് വലിയ ഗ്ലാസ്സാണ്. ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, എൻ്റെ ഫ്രണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ബോയ്സിൽ പഠിച്ചതാണ്, +1 +2. അപ്പോൾ നെസ്ലിൻ എന്നാണ് പേര്. അവൾ വിളിക്കാം നെസ്ലിൻ. അപ്പോൾ ഇതാണ് നെസ്ലിൻ. പിന്നെ അവള് ഇവിടെ ദുബായിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായി ഞങ്ങൾ മീറ്റ് ചെയ്തിട്ട്. ലാസ്റ്റ് ഒരു 2-3 months ആയി. 6 months ആയിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിവിടേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അവൾ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവൾക്കൊരു ഭാവിയുണ്ട്, താഴെ ഇരിക്കുകയാണ്, ഇക്കും താഴെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് താഴോട്ട് പോവാം. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്യാങ് ഫുള്ളായിട്ടില്ല, 3 പേരാണ്. അപ്പോൾ ഇന്ദു, അലീഷ അവിടെ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോ. അതെ, ഞങ്ങളായിരുന്നു +1 +2 ഫുൾ ഒരുമിച്ച്. അപ്പോൾ അവളിപ്പോ നാട്ടിലാണ്. അവളും കൂടി ഉണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയേനെ. എനിവേസ് നമുക്ക് താഴോട്ട് പോവാം. ചേട്ടാ ഒരു ഹായ് പറയോ? ഇപ്പൊ വാവ ഉറങ്ങിപ്പോയി. ഞങ്ങള് മുകളിൽ പിടിപ്പിക്കോളം ഉറങ്ങിയില്ലേ. അപ്പോൾ അവരൊക്കെ അവിടെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. വാവ ഉറങ്ങി. അപ്പോൾ ഞാൻ ഇവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി കാണിക്കാൻ വന്നതാണ്. ബാക്ക് യാർഡൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ? നല്ല രസമല്ലേ? അടിപൊളി. അതിനുശേഷം കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങളുടെ വെഡ്ഡിങ് വീഡിയോ ഒരു കണ്ടിട്ടുണ്ടായില്ല, അപ്പോൾ അത് കാണിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ അതിനുശേഷം പിന്നെ നമ്മുടെ നെസ്ലിൻ്റെയും അവരുടെ 2 പേരുടെയും വെഡ്ഡിങ് വീഡിയോ ഇട്ടു. അപ്പോൾ വാവ പപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഹായ് എന്ന് കാണിക്കുക, ക്ലാപ്പ് ചെയ്യണ്ടായി അവള് അവരുടെ വെഡ്ഡിങ് വീഡിയോ കണ്ടിട്ട്. കണ്ടോ, നല്ല ഹാപ്പി ആയിട്ട് ക്ലാപ്പ് ചെയ്യണം. കണ്ടോ. അതിനുശേഷം ഒരു 6:30 ഒക്കെ ആയപ്പോഴേക്കും ഇറങ്ങി വീട്ടിൽ നിന്ന് ബൈ പറയാണ്.
എന്നെ കുറ്റം പറഞ്ഞോണ്ടിരിക്കണ ചേട്ടൻ. അങ്ങനെ അവർ ഭയൊക്കെ പറഞ്ഞു പോയി. നല്ല ഒരു സൺഡേ ആയിരുന്നു. അവർ വന്ന കാരണം ടൈം പോയത് അറിഞ്ഞില്ല. കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് ഉണ്ടാക്കി കഴിച്ചു വീട്ടിൽ തന്നെ. പിന്നെ ഞങ്ങൾ ടി വി കണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് നേരം ടി വി കണ്ടു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.